ഹലോ ഗൈസ്, നമസ്കാരം. ഒരു പടപടയെന്നൊരു പെട്ടെന്നൊരു വീഡിയോ എടുത്തിട്ട് വന്നതാണ്. രണ്ട് സാധനങ്ങൾ ഞാൻ നമ്മുടെ ഹെഡ്ഫോൺ സോണിൽ നിന്ന് മേടിച്ചായിരുന്നു. ഭയങ്കര പക്കയായിട്ട് കിട്ടിയത്. വിത്തിൻ 1 വീക്ക് ഈ സാധനം എനിക്ക് കിട്ടി. ഒരെണ്ണം താങ്സു വാഗ്നറിൻ്റെ SG2 ടൈഗർ എന്തൊരു എഡീഷൻ, അത് ഇതാണ്. പിന്നെ ഇതിൻ്റെ സാൽനോട്ട്സിൻ്റെ 02. എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നത് സാൽനോട്ട് 01 ഇസ് സോ നൈസ്, കിടിലമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന അതാണ്. ഇത് രണ്ടും ഞാൻ മേടിച്ച്, രണ്ടും ഞാൻ യൂസ് ചെയ്ത് പെട്ടിയോടെ. ഇതിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ അത് 2 ടൈപ്പ് ഓഫ് ഇയർ ടിപ്സ് വരുന്നുണ്ട്. ഒരെണ്ണം ബേസ് ഉള്ള ഇയർ ടിപ്സും വേറൊരെണ്ണം ഉണ്ട് ഒരു സോണിക് ഇയർ ടിപ്സ്. ബേസിന് അമ്മാതിരി അങ്ങ് കട്ട് ചെയ്ത് കളയും. ഈ ഒരു സാധനത്തിൻ്റെ സൗണ്ട്സ് ഞാൻ പറയാം. സാധനം എനിക്ക് ഇതിനെയും കാട്ടിലും ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഏകദേശം സെയിം പ്രൈസ് തന്നെയാണ്. രണ്ടും ടൈപ്പ് സി വെച്ചിട്ട് വരുന്നതാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ആമസോണിൽ നിന്നും ഇത് ഹെഡ്ഫോൺ സോണിൽ നിന്നുമാണ് ഹെഡ്ഫോൺസ് സോൺ. രണ്ടും ടൈപ്പ് സി കണക്ടറാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്തുകൊണ്ട് മറ്റേതാണ് നല്ലത്. ഒരു ടൈപ്പ് C2 3.5 mm ഡാക്ക് മേടിച്ചിട്ട് 3.5 mm ജാക്ക് വെച്ച് കണക്ട് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ എന്നാൽ പോലും ഈ പറയുന്ന സാധനങ്ങളിലൊക്കെ DSP വെച്ച് വരുന്നുണ്ട്. അതായത് ടൈപ്പ് സിയിൽ DSP, അതായത് ഈ പറയുന്ന കൺവേർട്ടർ സെപ്പറേറ്റ് ആയിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓഡിയോ കൺവേർട്ട് ആവുന്നുണ്ട് ലോസ്ലെസ് സൗണ്ടിൽ. സോ അതിലൊന്നും ആരും പേടിക്കേണ്ട. എനിക്ക് ഇതാണ് ബെറ്ററായിട്ട് തോന്നിയത്. ഇത് പാക്കേജിങ് കേട്ടോ, ജമുട്ടം പാക്കേജിങ്, കേസൊക്കെ തരുന്നുണ്ട്. കാണിച്ചു തരാം. ഇത് കണ്ട, ഈ താങ്സു വാഗ്നർ ഇങ്ങനത്തെ ഒരു പൗച്ചൊക്കെ തരും. ഒരു മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യണ ഒരു ചെറിയ ക്യൂട്ട് പൗച്ചൊക്കെ തരും. ഇതിൽ പൗച്ചൊന്നുമില്ല. ഇതാണ് സാൽനോട്ട്സിൻ്റെ പ്രത്യേകത എന്ന്. ഇതേപോലത്തെ നല്ലൊരു ജിമിട്ടൻ കളറൊക്കെ വരുന്നത്. ഫുൾ പ്ലാസ്റ്റിക് ഈ സാധനമാണ്. വളരെ നല്ല ഒരു നോർമൽ സിലിക്കൺ ഇയർ ടിപ്സാണ് വരുന്നത്. അത് സാധാരണ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു സൗണ്ട് സിഗ്നേച്ചർ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ റിയൽമി ഞാൻ 3500 Pro എന്നൊക്കെ പറഞ്ഞ സാധനം റിവ്യൂ ചെയ്തില്ലായിരുന്നു. ഒരു വയർലെസ് ഹെഡ്സെറ്റിൽ നിന്ന് വരുന്ന ഒരു ക്വാളിറ്റിയാണ് ഇതിൽ വരുന്നത്. അതായത് വോക്കൽസും ഇൻസ്ട്രുമെൻസിലൊന്നും അങ്ങനെ ഒരു ക്ലാരിറ്റിയോ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫീലിങ്ങോ ഞാൻ ശ്രദ്ധിച്ചില്ല. അവരിതൊരു ന്യൂട്രൽ സൗണ്ടിങ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് എന്നൊക്കെ പറഞ്ഞാണ് ഓരോ സാഹിബന്മാർ തള്ളിയത്. പക്ഷേ ഞാൻ കേട്ടിട്ട് എനിക്ക് വലിയ ന്യൂട്രലായിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് ആകെ എല്ലാം കൂടെ ഒരു ബഹളം പോലെയാണ് ഫീൽ ചെയ്തത്. അതായത് നമുക്കൊരു ഹെഡ്ഫോൺസ്, ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസിൽ കിട്ടണ ഒരു ഫീലാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. ഇത് 2000 രൂപയെ അങ്ങനെ എന്തോണ് എൻ്റെ വില വരുന്നത്. കുഴപ്പമില്ല എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. പിന്നെ ഇതിൽ വേറെ പിന്നെ എടുത്തു പറയാനുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല. ANC, CNC, മറ്റേ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തോട്ട് ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഡിയോ മറ്റേത് ചെയ്യാൻ, പാട്ട് കേൾക്കാൻ, ഫോൺ വിളിക്കാൻ കഴിഞ്ഞ്. ഇതിൽ മൈക്കുണ്ട്. അതെ, ഇവിടെയാണ് മൈക്ക് വരുന്നത്. മൈക്കും വോളിയം അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും പോസ് ചെയ്യാനുള്ള ബട്ടണും വരുന്നുണ്ട്. മൈക്കും വരുന്നുണ്ട്. കോളും ചെയ്യാം, പാട്ടും കേൾക്കാൻ കഴിഞ്ഞ്. വേറെ ഫീച്ചറൊന്നും ഇല്ല. നല്ല രീതിയിൽ പാട്ട് കേൾക്കണമെങ്കിൽ ഇതെടുക്കുക. ഇതും സെയിം അവസ്ഥ തന്നെ. നമ്മുടെ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ വേറെ ലെവൽ കേട്ടോ. കണ്ട ഒരു വയറിൻ്റെ ക്വാളിറ്റി ആയിക്കോട്ടെ. ഇതിൻ്റെ ഒരു ഈ സാധനം ഒരു ഇത്തിരി ഭയങ്കര പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഡ്രൈവറിന് ഔട്ട് കൊടുത്തേക്കുന്ന ഡിസൈനൊക്കെ നല്ല രസമുണ്ട്. ഒരു കടുവേരെന്തൊരു പരിപാടിയൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഔട്ട് കണ്ട് ഒരു കടുവേരെന്തൊരു പരിപാടിയൊക്കെയാണ്. പക്ഷേ ഇതിന് ഒട്ടും വെയിറ്റും ഇല്ല. ഭയങ്കര ചീപ്പായിട്ടാണ് ഫീൽ ചെയ്യണത്. ഈ ഒരു ടിപ്സ് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. നല്ല ഒരു ഇയർ ടിപ്സായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു സാധനം ഒരു ടെക്സ്ചറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഒരു നോർമൽ ഒരു സിലിക്കൺ പരിപാടി അല്ലാതെ കുറച്ചും കൂടെ ഒരു ടെക്സ്ചറൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫിറ്റായിട്ടിരിക്കും. പക്ഷേ ഇത് ഭയങ്കര ദുർബലനായി പോയി. ഈ ഔട്ട് സൈഡ് ഒരു പോര. വയർ നല്ല ക്വാളിറ്റി വയറാണ് കൊടുത്തേക്കണത്. എനിക്ക് ഇതിൻ്റെ വയറൊക്കെ ഉണ്ട് ഒരുമാതിരി തൊരിഞ്ഞ ഒറ്റ ഒരു ഇതൊന്നുമില്ല. ഇത് കണ്ട നല്ല ഒരു റെഡ് കളർ ഒരു ട്വിസ്റ്റഡ് കേബിൾസാണ് കൊടുത്തേക്കണത്. ഇതിന് വലിയ സുഖമൊന്നുമില്ല. പക്ഷേ എഫക്റ്റൊക്കെ ഏകദേശം ഒന്ന് തന്നെ. പക്ഷേ ഇതിനെയും കാട്ടി വയറിൻ്റെ ക്വാളിറ്റിയിൽ ഇതാണ് നല്ലത്. ഇതിൻ്റെ ടൈപ്പ് സിയുടെ കണക്ടർ വെച്ച് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2499 വിത്ത് മൈക്ക് കേട്ടോ. മറ്റേ ഹെഡ്ഫോൺസ് ജാക്ക് വിത്ത് മൈക്ക് 2500 2000 പ്രൈസിലാണ് ഈ സാധനം വരുന്നത്. ആൻഡ് മൈക്ക് ക്ലാരിറ്റി, ഫോൺ വിളിക്കാനാണെങ്കിൽ അത്യാവശ്യം നൈസാണ്. കുറച്ച് മൈക്ക് എടുത്ത് ഇവിടെ വെച്ചിട്ട് എന്തുകൊണ്ടടി സുഖമല്ലടി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാം. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം അവർ ഫ്രീ തരണുണ്ട് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാനുള്ളൂ. പിന്നെ ഇതിങ്ങനെ നൈസായിട്ട് പൗച്ചി വെച്ചിട്ട് കൂളായിട്ട് കൊണ്ടു നടക്കാം. ഇവിടെയും യൂസേജ് അതൊക്കെ തന്നെയാണ്. ANC, CNC ഒന്നുമില്ല. പിന്നെ ഇത് അത്യാവശ്യം വെക്കുമ്പോൾ തന്നെ നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കട്ട് ചെയ്യുന്നുണ്ട്. പാട്ട് കേൾക്കാൻ അണ്ണൻ ഒരു രക്ഷയില്ല. അതായത് വോക്കൽസൊക്കെ നല്ല ജില്ലെന്ന് നല്ല ക്ലാരിറ്റിയും അതിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല ഒരു ബേസും
മനസ്സിലായല്ലോ? അത്യാവശ്യം ബേസ് ഹെവി ആയിട്ടുള്ള, ബേസ് ഹെവി അല്ല, ബേസ് ഉണ്ട്. എന്നാൽ അവർ കുറച്ചും കൂടെ വോക്കൽസിനും ഇൻസ്ട്രുമെൻസിനൊക്കെ കുറച്ചും കൂടെ സ്പേസ് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു വൈഡർ ആയിട്ടുള്ള ഒരു സൗണ്ട് സ്റ്റേജ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു സാധനം ഫീൽ ചെയ്തത്. വേറെ ഇതിന് വൈഡായിട്ടുള്ളൊരു സൗണ്ട് സ്റ്റേജേ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസിൽ കേൾക്കണ അതേ എഫക്റ്റും ഇത് നമ്മളൊരു IM വെച്ചിട്ടുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ പ്രൈസിന് ഇതൊരു ഗോട്ടഡ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ ഈ ടിപ്സ് ദൈവത്തിന് ഓർത്ത് മാറ്റരുത്. ഓക്കെ, നിങ്ങൾക്ക് ബേസ് ഇഷ്ടമല്ലെങ്കിൽ അവരൊരു ഫ്രീ ആയിട്ടൊരു വേറെ ടിപ്സ് തരുന്നുണ്ട്, ഒരു ട്രാൻസ്പാരൻറ്റ് വൈറ്റ് കളർ. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബേസിനെ കട്ട് ചെയ്തിട്ട് വെറുതെ വോക്കൽസും ഇൻസ്ട്രുമെൻസും മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിൽ കൊണ്ടുതരും. പക്ഷേ ഇത് അല്ലാതെ തന്നെ ഒരു രക്ഷയില്ല. നല്ല ഡ്രൈവർ കേട്ടോ കൊടുത്തേക്കണം. ആൻഡ് 20 ഓംസിൻ്റെ ഇമ്പിഡൻസ്, നല്ലപോലെ വോളിയൊക്കെ ഹൈയിട്ട് കേൾക്കണവനെയൊക്കെ ഞാൻ വല്ല ചെവി ENT ഒക്കെ കാണിക്കേണ്ട ആവശ്യമാണ് കേട്ടോ. നീ ഈ സാധനം കുത്തിയിട്ട് ഹൈ വോളത്തിൽ ഇട്ട് പാട്ടൊക്കെ ആണെങ്കിൽ സത്യത്തിൽ ENT കാണിക്കണം. എനിക്കൊരു 70% തന്നെ അത്യാവശ്യം നല്ല വോളിയം കിട്ടുന്നുണ്ട്. ആൻഡ് ക്ലാരിറ്റി വൈസ് ദിസ് ഇസ് സോ നൈസ് മാൻ. ഐ റിയലി ലൈക്ക് ദിസ് IM. നിങ്ങൾക്കൊരു 2000-2500 ഒരു നല്ലൊരു ടൈപ്പ് C കണക്ടർ വെച്ച് വരുന്ന ഒരു IM വേണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. പിന്നെ ഞാൻ തന്നെ ഈ ചാനലിൽ ചൂറ്റുമൊക്കെ ഇട്ടിട്ടുണ്ട്, മൂൺ ഡ്രോപ്പിന്. നല്ല സാധനമാണത്. മൂൺ ഡ്രോപ്പ് ചൂറ്റു സ്റ്റിൽ എ റിയലി ഗുഡ് IM. ഞാൻ ഈ IMൻ്റെ ലോകത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് അതൊന്നും വേണ്ട. നിങ്ങൾ 3 വർഷം ഇറങ്ങിയ IM ആയിക്കോട്ടെ, 4 വർഷം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലെസ്സിങ് 3 അത് ഏകദേശം 2 വർഷം മുന്നേ ഇറങ്ങിയതാണ്. അതൊക്കെ ഇപ്പോഴും ഗോട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. മനസ്സിലായില്ല? അതാണ് പറഞ്ഞത്. ഈ IM ലോകത്തിൽ നമ്മൾ ഏത് മേടിച്ചാലും യു വിൽ ബി സാറ്റിസ്ഫൈഡ്. എന്തായാലും ഈ ഒരു സാധനം ആ ഒരു പ്രൈസിന് അവർ ഒരുപാട് പരിപാടികൾ തരുന്നുണ്ട്. ഇതേപോലത്തെ പൗച്ച് സാധനം, സൗണ്ട് ക്ലാരിറ്റിയും എൻ്റെ കാഴ്ചപ്പാടിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. സോ ഇഫ് യു വോണ്ട് ടു ബൈ വയേർഡ് ഹെഡ്സെറ്റ്, പിന്നെ നിങ്ങളെല്ലാവരും കേട്ടത് ശരിയാണ്, ഇപ്പോഴത്തെ ജെൻസി പിള്ളേരൊക്കെ വയർലെസ്സിൽ നിന്നൊക്കെ ചാടി പഴയ കാലത്തുള്ള അനലോഗിലോട്ട് പോയിരിക്കുകയാണ്. അതായത് വയർ കണക്ട് ചെയ്തൊക്കെ ചെയ്യുന്നതാണ് അവർക്ക് താല്പര്യം. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ പൊട്ടിക്കഴിഞ്ഞാൽ വേറെ വയർ വാങ്ങിക്കാം. ഡ്രൈവർ നേരെ അവിടെ സൂക്ഷിച്ചാൽ മതി. ഡ്രൈവറൊക്കെ എവിടെയെങ്കിലും ഇട്ട് തല്ലിപ്പൊളിക്കുകയോ കാറിൻ്റെ അടിയിൽ പോയി ചതയൊക്കെ ചെയ്താലേ ഇത് പോവുള്ളൂ. വയർ പൊട്ടും. വയർ പൊട്ടിക്കഴിഞ്ഞാൽ വേറെ വയർ വാങ്ങിക്കാം. കഴിഞ്ഞ്. സിമ്പിൾ ആസ് ദാറ്റ്. അതാണ് ഇപ്പോഴും എല്ലാവരും. ഇത് കുറച്ചും കൂടെ എക്കണോമിക്കലുമാണ്, എന്താ പറയുക, സസ്റ്റൈനബിളുമാണ്. മനസ്സിലായില്ലേ? ഇപ്പോഴത്തേക്കൊരു പിള്ളേർ സെറ്റൊക്കെ സസ്റ്റൈനബിലിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു. ആൻഡ് ഇൻ ദാറ്റ് കേസ് ഐ ഫീൽ ദിസ് ലുക്സ് വെരി നൈസ്, ദിസ് സൗണ്ട്സ് വെരി നൈസ്. മൈക്കും അത്യാവശ്യം കൊള്ളാം. ഒരു ടിപ്പിക്കൽ വയർഡ് മൈക്കിൽ എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതേ സാധനം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നത്തിങ് ഹ്യൂജ്. ഐ റിയലി ലവ് ദിസ് ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ് ദിസ് പെർട്ടിക്കുലർ IM. ടാങ്സു വാഗ്നറിൻ്റെ എന്തോരോ SG2 ടൈഗർ ക്ലോയ് അങ്ങനെ എന്തോരോ ആണിത്, എന്തോരോ എഡീഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങിച്ചോട്ടെ. വാങ്ങിക്കണവർ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം പറയണം. ഈ സാധനം ഹെഡ്ഫോൺ സോണിൽ കിട്ടും, മറ്റേ ആമസോണിൽ കിട്ടൂല. ഇത് വേണ്ടവർക്ക് ആമസോണിലുണ്ട്. ക്രിനിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു യൂട്യൂബറുണ്ട്, ഭയങ്കര സൗണ്ടിൻ്റെ വലിയ കിടിലോ. അയാളൊക്കെ കൂടെ ട്യൂൺ ചെയ്ത സാധനമാണ്. അണ്ണൻ പുതിയ എന്തൊരു സാധനം ഇറക്കിയിട്ടുണ്ട്. എനിക്കത് മേടിക്കണമെന്ന്, പക്ഷേ മുടിഞ്ഞ വില 30,000 രൂപ. റെഫറൻസ് എന്ന് പറഞ്ഞിട്ട്, അതായത് വേൾഡിലെ ന്യൂട്രൽ സൗണ്ടിങ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് എന്നാണ് അണ്ണൻ പറയണത്. എന്താണ് ഈ ഞാൻ പറഞ്ഞില്ല, ഇത് അതും കൂടെ പറഞ്ഞിട്ട് പോവാം. അതായത് ബേസിക്കലി ഞാൻ പറഞ്ഞ കറുത്ത സാധനമാണ് നമ്മളുടെ ഒരു ഈ ഹാർമൻ, അതായത് നമ്മുടെ സാംസങ് മേടിച്ച സാധനമാണ്. JBLൻ്റെ ഒക്കെ ആയിരുന്നു ഹാർമൻ എന്ന് പറയുന്നത്. അവന്മാർ ഇൻ റിസർച്ചാണ്. ഈ ഓഡിയോയിൽ എല്ലാ ദിവസവും അവരിരുന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ സുഖമായിട്ടുള്ള ഇത് ഏതാണെന്ന്. അപ്പോൾ അവർക്കൊരു കർവുണ്ട്. അപ്പോൾ ആ കർവിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർ ഓരോ സാധനങ്ങൾ ട്യൂക്ക് ചെയ്ത് ഇറക്കുന്നത്. ചിലവർ ബേസ് കൂട്ടിയിട്ട് ട്രബിള് കൂട്ടും, കുറയ്ക്കും. ബേസ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കും, ഭയങ്കരമായിട്ട് കൂട്ടും. അങ്ങനെയാണ് ഇവർ ഓരോന്ന് സെറ്റ് ചെയ്യുന്നത്. ഈ ന്യൂട്രൽ സൗണ്ടിങ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക ആ ഒരു മ്യൂസിക് ഉണ്ടാക്കിയവൻ അവിടെ നിന്ന് എങ്ങനെയാണ് ആ പാട്ടിന് ഒരു ഹൈ ബേസ് അങ്ങനെയില്ല. അപ്പോൾ അത് ബേസ് കൂട്ടാൻ പറ്റും നമുക്ക്. ഇടി കൂട്ടാം, ഡും അതിങ്ങനെ എത്ര വേണേൽ നമുക്ക് കൂട്ടാം ആ ഇടീൻ്റെത്. മനസ്സിലായി? അത് നമ്മുടെ ഇഷ്ടമാണത്. പക്ഷേ അയാളൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ആ മ്യൂസിക് ഡയറക്ടർ എനിക്ക് ഇത്ര ബേസ് ആണ് ഈ പാട്ടിന് മതി എന്നാണ്. അതിനെയാണ് ന്യൂട്രൽ സൗണ്ടിങ് എന്ന് പറയുന്നത്. മനസ്സിലായി? ആ കൊടുക്കുന്നത് അതേപോലെ കേൾക്കുക എന്നുള്ളതാണ് ഒരുപാട് ഓഡിയോ ഫയൽസ് നോക്കിക്കാണുന്ന സാധനം. മിക്ക ഓഡിയോ ഫയൽസ് പ്രിഫേഴ്സ് ന്യൂട്രൽ സൗണ്ടിങ്. ബാക്കിയുള്ളവരാണ്
എനിക്ക് ബേസ് മറ്റേ ഡുമ്മ് നല്ലപോലെ കേൾക്കണം. എനിക്ക് ചിലവർ എനിക്ക് ആ ജില്ല് കേൾക്കണം. എനിക്ക് മറ്റേ പാട്ട് പാടുന്ന യേശുദാസിൻ്റെ സൗണ്ട് ഇങ്ങനെ നീങ്ങണം. അപ്പോൾ അവർക്ക് മിഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ളതായിരിക്കണം. മിഡിലാണ് വോക്കൽസ് ഒക്കെ കിടക്കുന്നത്. ഈ ന്യൂട്രൽ ട്രിബിളിലാണ് ഏറ്റവും കൂടെയൊക്കെ ഹൈ ഫ്രീക്വൻസി ഇൻസ്ട്രുമെൻറ്റ്സ് കിടക്കുന്നത്. ബേസ് ഇസ് യുവർ സബ് ബേസ്, ലൈക്ക് ബേസ് ഗിറ്റാർ, മറ്റേ ഡ്രംസ് ഒക്കെ ഇല്ലേ, ഡും മറ്റേ ആ ബേസ് ഡ്രം ഒക്കെ ഇല്ലേ, അതൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഓരോ ആൾക്കാർക്ക് ഓരോ പ്രിഫറൻസിൽ അതൊക്കെ വേണം. ചിലവർക്ക് ന്യൂട്രലായിട്ട് കേൾക്കണ ഇഷ്ടേ അല്ല, ബേസ് എന്ത് ഇടിയൊന്നുമില്ലല്ലോ ഇവിടെയും ചോദിക്കും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ക്രിനക്കിൾ എന്ന് പറഞ്ഞ അങ്ങേര് ക്രിൻ റെഫറൻസ് എന്ന സാധനം ഇറക്കിയിട്ടുണ്ട്, വിച്ച് ഇസ് ന്യൂട്രൽ സൗണ്ടിങ്. അതായത് എങ്ങനെയാണോ ആ പാട്ട് അതുപോലെ നമുക്ക് കേൾക്കാം. നമുക്ക് പിന്നെ ഈക്വലൈസറിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മെനക്കെടുത്താം. അത് നമ്മളെ ഇഷ്ടമാണ്. ഞാൻ പറയും ഓരോ ഓഡിയോ ഫയൽസ് ഓരോ ടൈപ്പിൽ ഓരോ പാട്ടിന് വേണ്ടി പ്രത്യേകം മാറ്റി മറിച്ചൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. അതാണ് പറയുന്നത്. ഇത് ഒരുപാട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേ സൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഒരു വലിയ ജനതയ്ക്ക് ഈ പറയുന്ന ഹാർമൻ വി ഷേപ്പാണ് കൊടുക്കുന്നത്. അതായത് നല്ല ബേസും നല്ല ക്ലാരിറ്റിയും. ഇതാണ് സാധാരണക്കാരെല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഓഡിയോ സാധനം. ബട്ട് ഇസ് ഇറ്റ് യുവർ ഫേവറേറ്റ് എന്നുള്ളത് നമ്മളിത് ഒരുപാട് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇത് സുഖമില്ലല്ലോ, ബേസ് മാത്രം കേൾക്കാം, മറ്റേതൊന്നും കേൾക്കാൻ വയ്യ എന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് അത് പഠിച്ച് ഓക്കെ ഇത് കുറച്ചാൽ അത് കൂടും, ഇത് കുറയ്ക്കാം, അത് കൂട്ടാം എന്നൊക്കെയുള്ള സാധനത്തിലാണ്. അപ്പം ചിലവർ മറ്റേ ഇയർ ടെസ്റ്റൊക്കെ എടുക്കും, മറ്റേ ഈ നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസിൽ. അത് നല്ലൊരു സാധനമാണത്. എൻ്റെ കാഴ്ചപ്പാടിൽ അത് ഭയങ്കര നല്ല സാധനമാണ്. ഇയർ ടെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു സൗണ്ട് സിഗ്നേച്ചർ നമുക്ക് തരും. അതായത് നമ്മളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സൗണ്ട് സിഗ്നേച്ചർ. ഇതല്ലാത്തവർ കുത്തിയിരുന്ന് ഈക്വലൈസറിൽ ഞൊണ്ടും, വേവ്ലെറ്റും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സാധനമൊക്കെ ട്വീക്ക് ചെയ്യാം. ദാറ്റ് ഇസ് അപ് ടു യു. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സാധനം കേട്ടോ. ഞാൻ ഇതൊക്കെ വളരെ ബേസിക്കാണ്. ഇതിൻ്റെയൊക്കെ ഹൈ എൻ്റെ കുറേ ചാട്ടന്മാരുണ്ട്. അവരൊക്കെ പറയണ കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ഇതൊക്കെ എന്തോ എന്നറിയാം പറയണമെന്ന് ചോദിച്ചു പോകും. ബട്ട് ദിസ് ഇസ് ദ ബേസിക് സാധനം. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഞാൻ ഇത് നമ്മൾ കേൾക്കുമ്പോഴേ മനസ്സിലാവും. നമ്മൾ ഇതും കൂടെ മാറ്റി വെച്ച് കേൾക്കുമ്പോഴാണ് നമുക്ക് ഓക്കെ ദർ ഇസ് എ ഡിഫറൻസ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഡിഫറൻസ് എന്താണ് നമ്മൾ ചിന്തിക്കണം. ഓക്കെ ഇതാണ്, അതുകൊണ്ടാണ് ഡിഫറൻസ്. അത് നമ്മൾ മാക്സിമം ഓരോ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആസ് ഓഫ് നൗ ഐ ഫീൽ ദിസ് ഈസ് എ വെരി ഗുഡ് IEM. ഇറ്റ് ഹാസ് എ വൈഡർ സൗണ്ട് സ്റ്റേജ്. ഭയങ്കര മറ്റേ മൂൺഡ്രോപ്പ് ബ്ലെസ്സിങ് 3 ലെവൽ വൈഡ് സൗണ്ട് സ്റ്റേജ് എന്നല്ല ഞാൻ പറയണം. ബട്ട് ഈ പ്രൈസിന് ഇറ്റ് ഗിവ്സ് യു റിയലി ഗുഡ് ക്ലാരിറ്റി, നല്ല ബേസും അത്യാവശ്യം നല്ല ഒരു ഇത് തന്നെ. പക്ഷേ വഹി വോളത്തിൽ കയറുമ്പോൾ പതർച്ച അങ്ങനെയൊക്കെ വരണം. അതൊക്കെയാണ് ഈ പറയുന്ന ലോ എൻഡ് ബഡ്ജറ്റ് സാധനങ്ങളുടെയൊക്കെ ഒരു മെയിൻ പ്രശ്നം. അതൊക്കെ ഇതിൻ്റെ അകത്തുമുണ്ട്. എന്നാലും ഹെഡ്ഫോൺ സോണിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ആ വഴി നിങ്ങൾക്ക് പോയി മേടിക്കാം. അല്ലാത്തവർക്ക് ആമസോണിലും ഹെഡ്ഫോൺ സോണിലും ഉണ്ട്, സെപ്പറേറ്റും പോയി മേടിക്കാം. അത് നിങ്ങളിഷ്ടമാണ് എന്ന് പറഞ്ഞ് ഞാൻ പോണു. ടാറ്റാ ബൈ ബൈ. ഓക്കെ.